വി.ഡി. സതീശൻ സാർ, അതുപോലെ എന്റെ MLA കൂടിയാണ്. ഞാൻ കൂടി വോട്ട് കൊടുത്ത് ജയിപ്പിച്ചൊരു CM ആണ്. അപ്പൊ എന്തോ എങ്ങനെ கொஞ்சம் அங்கே பாரு கண்ணா. അല്ല, ഇതാരാ? കുമ്പിടിയാണോ? നിങ്ങളിപ്പോ ഇവിടെ കണ്ട ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? ആട്ടിൻ തോലണിഞ്ഞ ചെന്നായകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് കപട മുഖംമൂടി കൊണ്ട് നടക്കുന്ന ചിലരെ. അതാണ് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ്. എന്തോ വലിയ നടിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു നടി ഉണ്ടെന്ന് തന്നെ മനസ്സിലായത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായിട്ട് ലൈംഗിക പരാതിയുമായിട്ട് എത്തിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ്. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? നമ്മുടെ പുതിയ മുഖ്യമന്ത്രി സ്ഥാനമേൽക്കുന്ന അന്ന് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് അവിടെ ചെന്നു സത്യപ്രതിജ്ഞ ചടങ്ങി. അന്ന് ജനങ്ങളൊക്കെ കൂകി ഓടിച്ചു. കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. ഈ പറയുന്ന റിനി ആൻഡ് ജോർജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, എന്നാ നമുക്ക് ഇങ്ങോട്ട് തുടങ്ങിയാലോ? തുടങ്ങാം. ഓക്കെ, ഈ റിനി ആൻഡ് ജോർജ് വളർന്നു വരുന്ന ഒരു സരിതയാണോ അതോ ഒരു സ്വപ്നയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി വെക്കണം മക്കളെ. എനിക്കെന്തോ ഇത് വളർന്നു വരുന്ന ഒരു സരിതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് കഴിഞ്ഞ ദിവസം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിയപ്പോൾ വാനോളം വി.ഡി. സതീശനെ പുകഴ്ത്തിയിരുന്നു. അച്ഛന് തുല്യമാണ്. അതൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കാം. അന്നേരം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വി.ഡി. സതീശൻ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതാണ്. കാരണം അച്ഛൻ എന്നൊക്കെ പറയും, പിന്നെ പറയും കൊച്ചിന്റെ അച്ഛനാണെന്ന്. ആ രീതിയിലേക്ക് ഒരു പറഞ്ഞു വെക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതും നിങ്ങൾ കേട്ടു നോക്കും. എന്റെ MLA ആയതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആണ്. മാനസികമായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഞാൻ എന്റെ ഒരു പിതാവ് സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പോ എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്തു CM ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെയും കൂടി വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പല സമയത്തും മന്ത്രിസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ട് പല സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടാണ്. അപ്പോൾ ഞാനൊരു പറവൂരിയായി എന്നുള്ള നിലയിൽ എന്റെ MLAക്ക് ഉണ്ടായ ഒരു വേദനയിൽ ഒരുപാട് വേദനിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. എന്റെ ഭയങ്കര സ്നേഹമാണ്, പറവൂരുകാരിയാണ്. എന്താണ്, എൻ്റെ അച്ഛൻ്റെ ഒരു തുല്യനാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ ഇദ്ദേഹം പലപ്പോഴും മന്ത്രിസ്ഥാനം കിട്ടേണ്ട ആളായിരുന്നു, പക്ഷെ പലപ്പോഴായിട്ട് കിട്ടിയിട്ടില്ല എന്നൊക്കെ വളരെ ഘോരഘോര സംസാരിക്കുന്നു. പിന്നെ എൻ്റെ കൂടെ MLA ആണ്, ഞാനിവിടെ വോട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെയാണ് ഈ പുള്ളിക്കാരി പറയുന്നത്. ഓക്കെ, വാക്കോടെ കടിച്ചിട്ടുണ്ട്. MLA CM ആവുമ്പോൾ ഞാൻ അങ്ങനെ പാർട്ടിക്കാരി എന്നുള്ള രീതിയിലല്ല വന്നത്. എന്റെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി വന്നത്. എന്റെ അങ്ങനെ MLA സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാനായിട്ട് വന്നതാണ് പറവൂര്. മനസ്സിലാവുന്നുണ്ടല്ലോ. എന്നാൽ ഈ പറവൂര് തന്നെ ഈ പറയുന്ന വി.ഡി. സതീശനെതിരെ നിന്ന മത്സരാർത്ഥിയുടെ കൊട്ടിക്കലാശത്തിന്, അതായത് LDF സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശത്തിന് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് പോയിട്ട് എന്നാ നൃത്തമായിരുന്നു, എന്നാ ഡാൻസ് ആയിരുന്നു. പറയുന്ന അവർക്ക് വേണ്ടി, ആ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് അവിടെ പോയി കൊട്ടിക്കലാശത്തിന് നിന്ന ആള് പെട്ടെന്ന് VIP പാസും എടുത്തുകൊണ്ട് വി.ഡി. സതീശൻ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്ന അന്ന് അവിടെ എത്തിയിരിക്കുന്നു. അപ്പം ഇത് കുമ്പിടിയാണോ അതോ ഇതെന്താണെന്ന് നിങ്ങൾ തന്നെ പറ. ഇവർക്കൊക്കെ ആരാണ് ഈ VIP പാസ് കൊടുക്കുന്നത്? ആരാണ് കൊടുക്കുന്നത്? എന്തിന്റെ കാര്യത്തിലാണ് കൊടുക്കുന്നത്? ഒരു നേതാവിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താണ് ഇവർ പറഞ്ഞു വെച്ചത്? ഒടുവിൽ അവരത് മാറ്റി പറയുകയും ചെയ്തു. പിന്നെ പറയുകയാണ് അത് ചാപ്റ്റർ ക്ലോസ് അല്ലേ, പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന്. ഇപ്പോ ഭരണത്തിലുള്ളത് ഈ പറയുന്ന വി.ഡി. സതീശനാണെന്ന് കണ്ടോണ്ട് അവരുടെ കൂടെ കൂടിയേക്കുകയാണ്. ഇതിനു മുമ്പ് മറ്റവരുടെ കൂടെയായിരുന്നു. എന്തായാലും അവിടെ കൊട്ടിക്കലാശത്തിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപോയിക്കേ. അയ്യോ, കുമ്പിടി. ഇതിനെ സൂക്ഷിച്ചില്ല എങ്കിൽ കോൺഗ്രസ് നേതാക്കൾ വെള്ളം കുടിക്കേണ്ടത് തന്നെ വരും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പറയുകയാണ് വി.ഡി. സതീശൻ സാറേ, നിങ്ങൾ സൂക്ഷിച്ചു. നിങ്ങളെ തുല്യനാണെന്നും നിങ്ങളെ എന്താ പറയുന്നത് വലിയ നേതാവായിട്ട് കണ്ടിരുന്നുവെന്നും നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോ, എന്തോ കെണി നിങ്ങൾക്ക് വേണ്ടി കുടുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ സത്യം. എന്തായാലും ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൂടെ ഒക്കെ ഇവർ കുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെതിരെ പിന്നെ എന്താ പറയുക, നമ്മുടെ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരന്റെ പേര് വിജിൻ മോഹൻ.
പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു സ്വപ്നയും സരിയെയും കൊണ്ട് മുൻ മുഖ്യമന്ത്രിമാർ അനുഭവിച്ചതാണ്. നടി റിനിക്ക് VIP പാസ് കൊടുത്തതിന് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പൊക്കെ കുറിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെ കൂടെ ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് തട്ടിക്കയറിക്കൊണ്ട് കുറെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ കുറിച്ചു. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ കുറിച്ച കാര്യമാണ്. ഒരു പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പോലെയുള്ള പാവനമായ ചടങ്ങിൽ ഒരു പെൺകുട്ടിയെ വളഞ്ഞിട്ട് കൂകി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും രക്തം തിളയ്ക്കാത്ത പലർക്കും രേവത് റെഡ്ഡിയുമായി ഒരു ഫോട്ടോ എടുത്ത് എന്ന് കണ്ടപ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഇങ്ങനെ തന്നെ ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം. മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകർ. എന്നെ അവതാരം എന്ന് വിളിച്ച് കളിയാക്കുന്നവർക്കായി അതെ, ഞാൻ അവതാരം തന്നെയാണ്. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ട അവതാരം. ഇതാണ് ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് കുറിച്ചിരിക്കുന്നത്. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ട അവതാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി കുറിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിച്ചോണം ഇനി ആർക്കിട്ടാണ് പണി വരാൻ പോകുന്നതെന്ന്. കൃത്യമായിട്ട് ഞാൻ പറയുകയാണ്, മന്ത്രിമാരൊക്കെ കാത്തു കെട്ടിയിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളിക്കാരി വേറൊരു പോസ്റ്റ് കൂടെ ഇട്ടിട്ടുണ്ട്. ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ സാർ, വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് സാർ, സിനിമാ സാംസ്കാരിക മന്ത്രി വിഷ്ണു ഏട്ടൻ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റെജി ഏട്ടൻ, പ്രിയപ്പെട്ട മന്ത്രിമാർക്ക് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മന്ത്രിമാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഈ പുള്ളിക്കാരി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അതായത് കോൺഗ്രസുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. ഈ മന്ത്രിമാരൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചോ. ഏത് സമയമാണ് നിങ്ങൾക്കെതിരെ ഇനി ചാനലുകാർ മൈക്കും പിടിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പിന്നെ ഞാൻ പറയുന്നു, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്തോ പ്ലാൻ വെച്ചുകൊണ്ടാണ് മക്കളെ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് VD സതീശനും സൂക്ഷിക്കുക. ഓക്കെ, ഈ പുള്ളിക്കാരി പല കുറിപ്പാണ് കുറിച്ചത്. അതായത് VD സതീശൻ സാറ് സ്ഥാനമേൽക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരി അതായത് മുഖ്യമന്ത്രിയായിട്ട് കിട്ടിയല്ലോ. അപ്പൊ ഈ പുള്ളിക്കാരി കുറിച്ച ഒരു കുറിപ്പ് ഇതായിരുന്നു. അതായത് ഏറ്റവും വലിയൊരു കുറിപ്പ്. രമേശ് ചെന്നിത്തലയുടെ കൂടെ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ എന്താ പറയാ VD സതീശൻ സാറിന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോയുടെ കൂടെ പുള്ളിക്കാരി എഴുതിയ ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: നിങ്ങൾ എല്ലാവരും കൂടി കുഴിച്ചു മൂടാൻ നോക്കിയ ഒരുത്തൻ ഇല്ലേ? നിങ്ങൾ ഓരോ തവണ താഴ്ത്താൻ ശ്രമിച്ചിട്ടും ഉയർന്നു വന്ന ഒരുത്തൻ, നിങ്ങൾ ഓരോ തവണ കെടുത്താൻ ശ്രമിച്ചിട്ടും ആളിക്കത്തിയ ഒരുത്തൻ, വനവാസമല്ല ഇനി പട്ടാഭിഷേകം, പത്മനാഭന്റെ മണ്ണിൽ ഇനി എന്റെ ശ്രീ പത്മനാഭൻ വാഴും. ഇതാണ് പുള്ളിക്കാരി കുറിച്ച ഒരു കുറിപ്പ്. അതായത് പത്മനാഭന്റെ മണ്ണിൽ ഇനി എന്റെ ശ്രീ പത്മനാഭൻ വാഴും എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്. എന്നാൽ ഈ VD സതീശനെതിരെ മത്സരിക്കുന്ന മത്സരാർത്ഥിക്ക് വേണ്ടി പോയി വോട്ട് ചോദിച്ച ആളും അവിടെ പോയി ജയ് വിളിച്ചതും നൃത്തം കളിച്ചതും ഒരു പുള്ളിക്കാരിയാണ് ഇത്. അതുകൊണ്ട് സൂക്ഷിക്കുക. ഓക്കെ, ഇതിനെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് വന്നപ്പോൾ ആൾക്കാരെല്ലാം കൂടെ കൂകി വിട്ടത്. അതെന്തായാലും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നു ആ കൂകി വിട്ടത്. അത് വേണ്ട കാര്യം തന്നെയായിരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ കാണേണ്ടത് 10 വർഷമായിട്ട് അടഞ്ഞു കിടന്ന നമ്മുടെ ഒരു പ്രധാന വാതിലുണ്ടായിരുന്നു. ആ വാതിൽ തുറന്നു മക്കളെ. സെക്രട്ടേറിയറ്റിന്റെ വാതില് അത് 10 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ആർക്കും പ്രവേശനമില്ല. മീഡിയക്കാർക്കായിക്കോട്ടെ ആർക്കും പ്രവേശനമില്ലാതെ ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അത് അങ്ങ് തുറന്നു VD സതീശൻ. അത് ജനങ്ങൾ അതിന് വലിയ സന്തുഷ്ടരാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കേരളമാകെ സ്വാതന്ത്ര്യം കേരളമാകെ സ്വാതന്ത്ര്യം UDF-ൻ സ്വാതന്ത്ര്യം UDF-ൻ സ്വാതന്ത്ര്യം വിജയിച്ചേ 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 മൂവർണ്ണപ്പട വിജയിച്ചേ മൂവർണ്ണപ്പട വിജയിച്ചേ സിന്ദാബാദ് 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 മൂവർണ്ണ. എന്തായാലും ഈ ഒരു വാതില് 10 വർഷമായിട്ട് അടഞ്ഞു കിടന്നൊരു വാതിൽ, സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടം, അത് ഇപ്പോൾ തുറന്നതിൽ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ നാട്ടുകാർക്കും വളരെയധികം സന്തോഷമാണ്. മീഡിയക്കാർക്കൊക്കെ ഇതിന്റെ വെളിയിലായിരുന്ന സ്ഥാനം ഇപ്പം മീഡിയക്കാർക്കൊക്കെ അടുത്തുപോയി വീഡിയോ എടുക്കാനും കാര്യങ്ങൾ ചോദിക്കാനും ഉള്ള ഒരു അവകാശം കൂടെ കിട്ടിയത് മീഡിയക്കാർക്കും സന്തോഷമാണ്. അങ്ങനെ ഈ പറയുന്ന മീഡിയക്കാരൻ എടുത്ത ഒരു വീഡിയോ ആയിരുന്നു ഈ പറയുന്ന ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന ഈ വീഡിയോ. അതായത് ഈ പറയുന്ന VD സതീശൻ ഇങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ, അതായത് നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ. അതായത് മറ്റെന്താ പറയുന്ന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനുള്ള പുള്ളിക്കാരന്റെ മറുപടി. ആ വീഡിയോ വൈറലായതോടുകൂടി തന്നെ ഇദ്ദേഹത്തിന് പുതിയൊരു പേര് വന്നിരുന്നു, പൂക്കി CM. അതായത് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ടായിരിക്കണം അങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. ന്യൂ ജനറേഷൻ പേരാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇംഗ്ലീഷ് ചാനലിൽ, ഇന്ത്യ ടുഡേ ചാനലിലും ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതൊന്ന് കണ്ടുപോയി. Okay, let's move to the lighter side of Keralam politics. You're seeing a full-blown meme culture.
And that's because of the newest viral star. I'm talking about Chief Minister V.D. Satheeshan himself. He's been trending online as the Pookie CM. If you don't know what that means, you're a little behind on your Gen Z terms. But his reaction to a question on vehicle modification exploded across social media, and everyone referring to him as the cutest chief minister there is. What exactly is this about? ഈ പറയുന്ന CM ആ ഒരു എന്താ പറയാ ഇങ്ങനെ ഒരു കാണിച്ചത് മൊത്തം വൈറലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് മൊത്തത്തിൽ വൈറലായി ആ ഒരു ഇത്. അതുകൊണ്ട് തന്നെ പൂക്കി CM എന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ ഈ പറയുന്ന ഇന്ത്യ ടുഡേയിലും ഇവരും പറയുന്നത്. മൊത്തത്തിൽ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ CM-നെ നമ്മൾ കാണുന്നത്. കാരണം അത്രയ്ക്ക് ജനങ്ങളോട് ഇടപെട്ട്, കുഞ്ഞുങ്ങളോടൊക്കെ ഇടപെട്ടും നാട്ടുകാരുടെ പരാതികൾ കേട്ടുമൊക്കെ അവരോട് ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ഇടയിലാണ് വേറൊരു വീഡിയോ ഞാൻ കണ്ടത്. അതായത് ഞങ്ങൾ സമരം ചെയ്തതുകൊണ്ടാണ് ഈ പറയുന്ന സ്ത്രീകൾക്ക് ആ ആനുകൂല്യം കിട്ടിയെന്നാണ് ഒരു ചേച്ചി വന്നിരുന്നു പറയുന്നത്. അതായത് മന്ത്രിസഭ പോലും അങ്ങോട്ട് എന്താ പറയുക അധികാരത്തിൽ ഏറ്റിട്ടില്ല. അതിനിപ്പറേ വന്നിട്ട് സമരം ചെയ്തിട്ട് ഇപ്പം ഞങ്ങൾക്ക് വേണം 15-ാം തീയതി തൊട്ടാണ് ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിരുന്ന കുറെ എണ്ണത്തിന് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. അപ്പൊ ഈ ചേച്ചി പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കിയേ. ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് അവർ പ്രഖ്യാപിച്ചതെന്ന്. പ്രഖ്യാപിച്ചവർക്കറിയത്തില്ലേ അത് കൊടുക്കാൻ? എന്ത് ബുദ്ധിയാണെന്നോ മനസ്സിലാവുന്നില്ല. ശശികല ചേച്ചി, ഇതുപോലെ വേറെ ആൾക്കാരുണ്ടോ? എനിക്ക് അറിയാൻ ചോദിക്കുക. കുറച്ച് ബുദ്ധിയും മോളെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഇറക്കി വിട്. അയ്യോ കൊള്ളാം. ശ്രീ അബിൻവർ കെ അദ്ദേഹം ഇതിനെ കോമാളി സമരം എന്ന് മഹിളാ മോർച്ചയുടെ സമരത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. ആയിക്കോട്ടെ, പക്ഷേ ആ കോമാളി സമരത്തിന്റെ പേരിൽ ഇന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന സൗജന്യ യാത്ര KSRTC-യിൽ എന്നുള്ളത് ഇന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം, അബിൻവർക്കിയും പ്രതിപക്ഷത്തിരുന്ന് സമരമൊക്കെ ചെയ്ത ആളല്ലേ. ഈ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എങ്കിൽ ഏതു രീതിയിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുൾപ്പെടെ മഹിളാ പ്രവർത്തകരുൾപ്പെടെ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ളത് നന്നായിട്ടറിയാം അബിൻവർക്കിക്കും. ഇപ്പൊ അബിൻവർക്കിയുടെ സർക്കാരിനും അത് അറിയാവുന്നതുകൊണ്ട് സമരം ചെയ്യേണ്ടത്. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യും മുമ്പ് എങ്ങനെയാണ് സമരം ചെയ്യുക? അപ്പോൾ അതിനെ പല വിശേഷണങ്ങൾ കേൾക്കേണ്ടി വരില്ലേ? അല്ലല്ലോ നിഷേ, എന്തിനാണ് ഇവർ 15? അല്ലല്ലോ നിഷേ, അങ്ങനൊന്നും അല്ല. അതൊന്നും അല്ല, ഞങ്ങൾ ചെയ്തതാ കറക്റ്റ്. ഒടുവിൽ മറ്റേ കണ്ടക്ടർ ആ സ്ത്രീ, നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ അല്ലേ അവര് ആ ജോലി ചെയ്തിട്ടാണ് അവര് വല്ല കഴിക്കുന്നത്. അവരുടെ ശമ്പളത്തിൽ നിന്നാണ് ഇതുങ്ങൾ ഈ എത്ര പേർക്ക് 22 പേർക്കും കണ്ട് 43 രൂപ വെച്ച് ടിക്കറ്റ് എടുത്ത് കൊടുത്തത്. 1000-നടുത്ത് രൂപ ആ പറയുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് പോയി. നിങ്ങളൊക്കെ ആഘോഷിക്കുകയാണ്, കൈകൊട്ടി ആഘോഷിക്കുകയാണ് ഞങ്ങൾ വിജയിച്ചു എന്ന രീതിയിൽ. നാണമില്ലേ? ഇതുപോലെ കോമാളി ആകരുത്. സ്വന്തം പാർട്ടിക്ക് തന്നെ അതൊരു അപമാനമായി മാറും. ഇങ്ങനെ ചെയ്യരുത്. ഒരു പാർട്ടി അധികാരം ഏറ്റിട്ടാണെങ്കിൽ ഓക്കെ, അത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സമരത്തിൽ ഇറങ്ങുന്നതിൽ അതിനൊരു ഒരു 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 ഇതുണ്ട്. ഇത് ചുമ്മാതെ അവർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് പോയി ബസ് തടയുക, ബസ്സിന്റെ മുമ്പിലിരിക്കുക, എന്നിട്ട് പോയി സമരം ചെയ്യുക, എന്നിട്ട് വന്നിരുന്നിട്ട് വീരവാദം മുഴക്കുക. ഇവർ സമരം ചെയ്തുകൊണ്ടാണ് VD സതീശൻ അത് പ്രഖ്യാപിച്ചതെന്ന് പറയുക. എന്താണ് VD സതീശൻ പറഞ്ഞത്? എന്തായിരുന്നു? ഞങ്ങള് ആദ്യത്തെ മന്ത്രിസഭാ യോഗം കൂടിയ അന്ന് ഞങ്ങൾ ഇത് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ചെയ്തില്ലേ? എന്താണ് ആശാ വർക്കർക്കുള്ള ആ തുക അവർ ചെയ്ത് കൂട്ടിയില്ലേ? പിന്നെന്താണ് ഇത് KSRTC ബസിന്റെ കാര്യം, പിന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി, ഇതൊക്കെ പറഞ്ഞില്ലേ? ഇനി ബാക്കിയുള്ളത് അവർ ചെയ്യും. എന്തിനാ ഇങ്ങനെ കിടന്ന് നിങ്ങൾ വെപ്രാളപ്പെടുന്നത്? ഇങ്ങനെ ഒരു പൂക്കി മുഖ്യമന്ത്രിയെ കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ എന്തോ ഒരു വെപ്രാളമാണ്. അയ്യോ കൈവിട്ടു പോകുമേ എന്നുള്ള രീതിയിൽ. അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നല്ലത് ചെയ്താൽ ജനങ്ങൾ ചേർത്ത് പിടിക്കും. അതിന് ചുമ്മാ കിടന്നിട്ട് എന്തിനാ ജനങ്ങളെ ദ്രോഹിക്കുന്നത്? അയ്യോ കഷ്ടം. എന്തിനാണ് ഇവർ 15-ാം തീയതി എന്നൊരു ഡേറ്റ് പ്രഖ്യാപിച്ചത്? വളരെ ആവേശത്തില് 15-ാം തീയതി എന്നൊരു ഡേറ്റ് പ്രഖ്യാപിക്കുന്നു. അന്ന് മുതൽ സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഉറപ്പ് നൽകുന്നു. ഇവരുടെ മുഖ്യമന്ത്രി ആരാകും, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഘടകകക്ഷികളിൽ നിന്ന് സർക്കാരിന്റെ ഗ്യാരണ്ടികൾ നടപ്പാക്കും ഇല്ല, ഞാൻ പറയട്ടെ. സിന്ധുമോള് പറഞ്ഞോ? സിന്ധുമോള് പറയുന്നതല്ല എല്ലാരും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരായി മാറത്തേ ഉള്ളൂ. അത് ഒന്ന് ഓർത്താ നന്ന്. അത് ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒരു അഭ്യർത്ഥനയാണ്. ചുമ്മാ ഇങ്ങനെയൊന്നും പരിഹാസ്യരാവരുത്. വേണ്ട കാര്യത്തിന് സമരം ചെയ്യും. അപ്പൊ അതിൻ്റെ അകത്തൊരു ഇതുണ്ട്. അല്ലാതെ ചുമ്മാ എല്ലാത്തിനും പോയി ഇതുപോലത്തെ ഇത് കാണിക്കുന്നതിന് ഒരു ഇതും കിട്ടത്തില്ല കേട്ടോ.
പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരോട്, രാഹുൽ മാങ്കൂട്ടത്തിനെ കുടുക്കിയത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ആ ആള് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കയറിയത് നിങ്ങൾക്ക് തന്നെ ആപത്താണ് എന്നുള്ളത് കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഈ പറയുന്ന റിനി ആൻഡ് ജോർജിനെ സൂക്ഷിക്കുക. ഇനി അടുത്തത് ഒരു സരിതയായിട്ട്, സരിത വേർഷൻ 2 ആയിട്ട് മാറാൻ സാധ്യത ഏറ്റവും കൂടുതലാണ്. അതുകൊണ്ട് വി ഡി സതീശൻ സാറ് സൂക്ഷിക്കുക. ഞാൻ എടുത്തെടുത്ത് പറയുന്നു, മന്ത്രിമാരെല്ലാവരും സൂക്ഷിക്കുക. അകറ്റി നിർത്തേണ്ടിയവരെ അകറ്റി നിർത്തുക തന്നെ ചെയ്യണം. ഇല്ല എങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. എന്താണ് പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.